കൊണ്ടോട്ടിയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് മൊറിയൂർ വടക്കേപൂതല അബ്ദുൾ വാഹിദിനെ 14 ദിവസം റിമാൻഡ് ചെയ്തു. മലപ്പുറം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. പ്രതിയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വാഹിദിനെ മലപ്പുറത്ത് കോടതിയിലെത്തിച്ചത്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡ് സ്വദേശി ഷഹാന മുന്താസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഭർത്താവ് മൊറിയൂർ വടക്കേപൂന്തല അബ്ദുൾ വാഹിദിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-നാണ് കൊണ്ടോട്ടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഷഹാന മുന്താസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2024 മെയ് 27-നായിരുന്നു അബ്ദുൾ വാഹിദ് ഷഹാന മുന്താസിനെ നിക്കാഹ് ചെയ്തിരുന്നത്. പിന്നീട് അബുദാബിയിലേക്ക് പോയ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ ഷഹാനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാരോപിച്ച ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായി. വിവാഹബന്ധം ഒഴിയുകയാണെന്ന് ഭർത്താവ് അറിയിച്ചിരുന്നെന്നും തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നും കാണിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ സി സേതുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അബ്ദുൾ വാഹിദിനെതിരെ ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീകളോട് ക്രൂരമായി പെരുമാറുന്നതിനെപ്പറ്റിയുള്ള ഭാരതീയ ന്യായ സംഹിത 85 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. വിവാഹത്തിന് ശേഷം വിദേശത്ത് പോയ വാഹിദിനെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയാണ് നാട്ടിലെത്തിച്ചത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ക്രൂരമായ മാനസിക പീഡനത്തിലൂടെ യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ ശക്തമായ നിയമ നടപടി ആവശ്യപ്പെട്ട യുവജന കമ്മീഷനും രംഗത്ത് വന്നിരുന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.